മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. വല്ലാത്തൊരു മുഴക്കത്തിലും ശബ്ദത്തിലും ബുള്ളറ്റ് വന്നു നിന്ന് എന്നു അറിഞ്ഞതും ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. അതേസമയം ഇത്രയും ശബ്ദത്തോടെ ആൽബി എന്തിനാണ് വണ്ടി അകത്തേക്ക് കയറ്റിയതെന്നുള്ള ഒരു അന്താളിപ്പായിരുന്നു പുറത്തു നിന്ന മാഷിന്. സാധാരണ വണ്ടിയെ കൊണ്ട് അവൻ അകത്തേക്ക് വരുമ്പോൾ സ്പീഡ് കുറച്ച് ചെറിയൊരു ശബ്ദമേ ഉണ്ടാകാറുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അവന്റെ വലിഞ്ഞു മുറുകിയ മുഖവും വണ്ടിയുടെ എടുപ്പും നിൽപ്പും ഭാവമൊക്കെ കണ്ടപ്പോഴേ കാര്യം പന്തിയല്ലെന്ന് മാഷിന് തോന്നി. എന്തുപറ്റി? രാഷ്ട്രീയക്കാരൻ കലിപ്പിലാണല്ലോ. സ്വതസിദ്ധമായ തമാശ പറഞ്ഞുകൊണ്ട് മാഷ് അവന്റെ ബുള്ളറ്റിനരികിലേക്ക് എത്തിയതും അവൻ അതിൽ നിന്നും ഇറങ്ങിയിരുന്നു. എവിടെ? മാഷിന്റെ സർവഗുണസമ്പന്നനായ മോൻ. അപ്പോഴേ മനസ്സിലായി അവന്റെ കലിപ്പിന്റെ കാരണം അകത്തു നിൽക്കുന്നവനാണെന്ന്. അകത്തുണ്ട്, നീ ചെല്ല്. മാഷ് പറയുന്നത് കേൾക്കേണ്ട താമസം അവൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി ഇടംകാലം കൊണ്ട് മുണ്ട് മേലോട്ടെടുത്ത് മടക്കി കുത്തി ഓടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഹരി, ഡാ! ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുന്നവൻ കാണുന്നത് അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൈയും കെട്ടി ടേബിളിൽ ചാരി നിൽക്കുന്നവനെയാണ്. ഓ, ഒരുങ്ങിക്കെട്ടി സുന്ദരനായി ഇവിടെ നിന്നുകൊണ്ട് ആജ്ഞകൾ പുറപ്പെടുവിച്ചാൽ മതിയല്ലോ മഹാരാജാവിന്. വല്ലവന്റെ തൊഴുത്തിലും പറമ്പിൽ നിന്ന് ചീത്ത ഞാൻ തന്നെ കേൾക്കണമല്ലോ. വിറച്ചും കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന ഭാവം കണ്ട് സത്യം പറഞ്ഞാൽ ഹരിക്ക് ചിരിയാണ് വന്നത്. എടാ, നല്ലൊരു പൊതുപ്രവർത്തകൻ എപ്പോഴും ആളുകളുടെ വായിൽ നിന്ന് ഓരോന്നൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അയ്യോ, നീ കൂടുതലങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ. ഞാനേ അങ്ങനെ നാട്ടുകാരുടെ വായിലിരുന്ന് കേൾക്കുന്ന ഒരു പൊതുപ്രവർത്തനല്ല. ഇതിപ്പോ നീ ഒറ്റയൊരുത്തൻ കാരണമാണ് ഈ കണ്ട ബഹളങ്ങളൊക്കെ നടക്കുന്നത്. ആ, അതാ നന്നായത്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ നിന്റെ പൊതുപ്രവർത്തനം വളരെ ശോകമാണെന്ന്. അതുകൊണ്ടൊക്കെ അല്ലടാ ആൾക്കാർ നിന്നെ ഓരോന്ന് പറയുകയും കൈവെക്കുകയും ചെയ്യുന്നത്. ശേ, നാണമില്ലല്ലോ രാഷ്ട്രീയക്കാരാ നിനക്ക്. ആൽബിക്ക് ദേഷ്യം വരുന്നു എന്ന് കണ്ടതും അവനെ കൂടുതൽ കളിയാക്കാൻ എന്ന പോലെ ഹരി ഓരോന്നങ്ങോട്ട് ചൊറിഞ്ഞു പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണല്ലേ? എങ്കിൽ പിന്നെ നിനക്ക് വേണ്ടി കേട്ട ചീത്ത മൊത്തം ഞാൻ എടുത്തിട്ട് ചെയ്ത സഹായം തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിളിച്ചിട്ട് ഡീല് ഞാനങ്ങ് ക്യാൻസൽ പറയട്ടെ. അതും പറഞ്ഞ് ആൽബി ഫോൺ കയ്യിലേക്ക് എടുത്തതും ഹരി ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. എടാ പരനാറി, നീ ഇതെന്ത് പണി കാണിക്കാൻ പോവാ? ഞാൻ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും നിനക്കെന്താ? ശേ, ദേഷ്യം കളടാ. ഇത് ആവശ്യം അത്രയ്ക്ക് വലുതായത് കൊണ്ടല്ലേ. ഇനിയും അവനെ ചൊറിഞ്ഞാൽ അത് തനിക്ക് പണിയാകും എന്ന് മനസ്സിലായത് കൊണ്ട് പെട്ടെന്ന് ഹരി അങ്ങ് താഴ്ന്നു കൊടുത്തു. നിനക്കും ആ ബോധം ഉണ്ടായാൽ മതി. ആവോളം ഉണ്ട്. അതുകൊണ്ടാ ആ നക്കിയുടെ കയ്യിൽ നിന്ന് പിന്നെയും 10,000 കൂടി അധികത്തിൽ ഞാൻ വെച്ചു കൊടുത്തത്. അവൻ പല്ലുഞെരിച്ചു പറഞ്ഞതും ഹരി അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ഇനി നീ ചിരിച്ചാൽ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. സോറിടാ, കളിയാക്കി ചിരിച്ചതല്ല. നീ അടപടലം ചീത്ത പറയുന്ന കേട്ടപ്പോൾ. നീ കൂടുതൽ അങ്ങനെ ചിരിക്കണ്ട. എല്ലാത്തിലും ഉണ്ട് പുഴുക്കുത്തു പോലെ ചിലതൊക്കെ. ഇപ്പൊ തന്നെ ഞാൻ നല്ല ഒന്നാന്തരം മനുഷ്യനല്ലേ. എന്നെ പോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ നീ ഇപ്പോഴും അഭിമാനിക്കുന്നില്ലേ? അല്ലേടാ? പിന്നെ ഹരി ഇത്തിരി നീട്ടി പറഞ്ഞെങ്കിലും അപ്പോഴത്തെ ആ ഒരു ഇതിന് ആൽബി അവന്റെ ആ കളിയാക്കൽ ശ്രദ്ധിച്ചില്ല. അതൊക്കെ വിട്, കാര്യമൊക്കെ ഓക്കെ ആയില്ലേ? ആൽബി ഏറ്റിട്ടുണ്ടെങ്കിൽ നടക്കും എന്നറിയാമെങ്കിലും ഒരിക്കൽ കൂടി മനസ്സമാധാനത്തിനായി ഹരി അവനെ നോക്കി. കാശ് ഇത്തിരി അധികം പോയാലും സംഗതിയൊക്കെ ഓക്കെയാണ്. ആൽബി അത് പറഞ്ഞതും ഹരി അവന്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ച് ഒന്ന് തട്ടി. താങ്ക്സ് ഡാ. വലിയൊരു മനസ്താപമാണ് ഒഴിഞ്ഞു കിട്ടിയത്. ഒഴിഞ്ഞതാണോ പുതിയത് വന്നതാണോ എന്നൊക്കെ ഇനിയിപ്പോ വൈകുന്നേരം അറിയാം. ആൽബി അങ്ങനെ പറഞ്ഞതും എന്തെന്നില്ലാത്തൊരു ടെൻഷൻ ഹരിക്കും തോന്നി. വൈകുന്നേരം കോളേജിൽ നിന്ന് ആകെ ഒടിഞ്ഞു തൂങ്ങിയാണ് മണിക്കുട്ടി സീതയുടെ വീടിന്റെ വാതിലിലേക്ക് കയറിയത്. സാധാരണ സീതമ്മ വാതിൽകൾ കാണുന്നതാണ്. അപ്പൊ പിന്നെ ബാഗ് സൈഡിലേക്ക് ഒതുക്കി വെച്ച് അവൾ അമ്മയുടെ മടിയിലേക്ക് തല ചായ്ച്ച് കുറച്ചുനേരം കിടക്കും. അങ്ങനെ ഒന്ന് വിയർപ്പാറിയിട്ടാണ് ആശാട്ടി അകത്തേക്ക് കയറാറുള്ളത് പോലും. പക്ഷെ ഇന്ന് അമ്മയെ കണ്ടില്ലെങ്കിലും അവൾ ആ പടിയിലേക്ക് വെറുതെ ഇരുന്നു. ആ നേരത്താണ് പിന്നിൽ നിന്നും അവൾക്ക് അത്രയും പരിചയമുള്ളൊരു ശബ്ദം കേട്ടത്. ആദ്യം ചെവി കൊട്ടിയടച്ചതാണ് എന്ന് കരുതിയെങ്കിലും പിന്നെ അത് കേട്ടതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു പിന്നിലേക്ക്. അത് ചെന്ന് നിന്നത് തൊഴുത്തിനു മുന്നിലും. അവൾ അമ്പരപ്പോടെ കണ്ണു നിറച്ചു നോക്കുമ്പോൾ കാണുന്നത് തൊഴുത്തിനുള്ളിൽ കിങ്ങിണിയും തന്റെ മക്കളെയുമാണ്. ഒന്നും ആലോചിക്കാതെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ അതുങ്ങളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും കരയുന്നതൊക്കെ കണ്ട് ശ്രീധരനും കൈമൾ മാഷും ഒക്കെ ചിരിച്ചപ്പോൾ പിന്നിലെ കെട്ടിന്റെ പടിയിലിരുന്ന് ഒരുവന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ആ നേരത്ത് അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവന്റെ മനസ്സ് നിറയെ. അവൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കും പോലെ എന്തെങ്കിലും ഒന്ന് നീ കണ്ടെത്തി കൊടുക്കണം.
നേരത്തെ പശുവും കോഴിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കിയ പെണ്ണിന് ഇപ്പോൾ എല്ലാത്തിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാകും ഹരി. പറ്റുമെങ്കിൽ നീ അതിനൊരു പരിഹാരം വേണം കാണാൻ. അച്ഛൻ അങ്ങനെ പറയുന്നതിന് മുന്നേ തന്നെ അവളുടെ പശുക്കളെ തിരിച്ചു വാങ്ങിക്കൊടുക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ്. അതിനായി ആൽബിയെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ മണിക്കുട്ടി വിറ്റ ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് പോയത്. അവര് പക്ഷെ എങ്ങുമില്ലാത്തൊരു വില പറഞ്ഞപ്പോൾ ആൽബി അത് നടക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ്. പക്ഷെ പുതിയൊരു പശുവും കിടാവും ഒന്നും അവളോട് പെട്ടെന്ന് അടുക്കില്ല. അതുകൊണ്ട് അവള് നോക്കിയ ആ പശുവിനെ ഇത്തിരി അധികം കാശ് കൊടുത്താലും തിരിച്ചു വാങ്ങിച്ചെടുക്കാൻ ഹരി നിർബന്ധിച്ചപ്പോൾ ആൽബിക്ക് നല്ലോണം കഷ്ടപ്പെടേണ്ടി വന്നു അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ. അതിന്റെ ആ ദേഷ്യമാണ് അവൻ കുറച്ചു മുന്നേ അവിടെ കൊട്ടിത്തീർത്തത്. പക്ഷേ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ പെണ്ണിന്റെ മുഖവും ഭാവങ്ങളും ഒക്കെ കണ്ടപ്പോൾ കയ്യിൽ നിറങ്ങിയ അധികം കാശ് പോലും അവന് സന്തോഷം നൽകി. ഒരു പക്ഷേ അവളുടെ പുഞ്ചിരി കടം കൊണ്ട പോലെ ഒരു പുഞ്ചിരി അവനിലും ആ നിമിഷം വിരിഞ്ഞിരുന്നു. ശ്രീധരൻ മാമ, ശ്രീധരൻ മാമ വാങ്ങിയതാണോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എപ്പ പോയി വാങ്ങി? കിങ്ങിണി മോളെ, നിനക്ക് സുഖാണോ? ഷോ മക്കളെ, നിങ്ങൾ ക്ഷീണിച്ചോ? പൈക്കളോടും സീതയോടും മാറി മാറി ചോദിക്കുന്ന വെപ്രാളം കണ്ട് ഹരിയും കൈമളും മാഷും ശ്രീധരനും ആൽബിയും പരസ്പരം നോക്കി ചിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരികെ കിട്ടിയ ഒരു അമ്മയുടെ ഭാവമായിരുന്നു അവളിൽ സീത കണ്ടത്. എന്റെ പശു നല്ലോണം ചടച്ചുപോയി അല്ലേ സീതമ്മേ? അതെങ്ങനെയാ? ഞാൻ നോക്കുന്ന പോലെ ആകുമോ വേറെ ആര് നോക്കിയാലും? പിന്നെയും തൊട്ടും തലോടിയും ഉമ്മച്ചുമൊക്കെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഓ, ഇതാ കറിയാച്ചേട്ടനും മോനും കേൾക്കണം. ഇവിടെ വന്ന് നിന്റെ തല വഴി കാടി കമത്തു അവര്. അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് ഉച്ചത്തിൽ പറയുന്നതിനെ പെണ്ണ് ഇത്തിരി ദേഷ്യത്തിൽ നോക്കി. ഉവ്വ, ഞാൻ നേരാ പറഞ്ഞത്. നിങ്ങളല്ലേ മനുഷ്യ അവരെന്റെ പൈക്കളെ നന്നായി നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോ നോക്കിയേ, 3 പേരും ചടച്ചുപോയി. പെണ്ണിന്റെ മുഖം അവനെ കാണെ കൂർത്തു. ഓ, ആയിക്കോട്ടെ. എങ്കിൽ ഇനി മുതൽ നീ തന്നെ നിന്റെ പൈക്കളെ നോക്കിക്കോ. എന്നിട്ട് പോയ മാസം കൊണ്ടുപോയ ചടപ്പൊക്കെ നീ തന്നെ അങ്ങ് തീർത്താൽ മതി. ഞാൻ തന്നെ തീർക്കും. അല്ലാതെ നിങ്ങൾക്ക് പൈക്കളുടെ കാടിയും വൈക്കോലും കണ്ടാൽ തിരിച്ചറിയാവോ മനുഷ്യ? അവള് നല്ലോണം പുച്ഛിച്ചു ഏബിയെ. കണ്ട കണ്ട പെണ്ണിന്റെ നാക്കിന്റെ നീളം കൂടിയത് കണ്ട? മുന്നെയൊക്കെ നേരെ ചൊവ്വെ മുഖത്തുപോലും നോക്കാതിരുന്നവളാ. ഇപ്പൊ അവക്ക് കഴുത്തിന് ചുറ്റും നാക്കാണ് അല്ലേടാ ഹരി? കളിയാക്കളോടെ ചോദ്യം പോലെ എബി ഹരിയെ നോക്കി ചോദിച്ചതും അവൻ ഞെട്ടിക്കൊണ്ട് വലതുവശത്തേക്ക് കയറി നോക്കി. അപ്പോഴാണ് അവളെ നോക്കി നിൽക്കുന്ന മൂവർ സഖത്തെ പെണ്ണ് കാണുന്നത്. നിന്റെ മഹാദേവ, വാമൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഭഗവാനെ, ഞാൻ പറഞ്ഞത് മുഴുവനും കേട്ടിട്ടുണ്ടാവോ? നെഞ്ചിൽ കൈവച്ച് കണ്ണിറക്കി അടച്ച് അവൾ ഒരു നിമിഷം നിന്നു. ആഹാ, കൊള്ളാലോ. എന്താടി, നിനക്കിപ്പോ തൊള്ള തുറക്കണ്ടേ? അവൻ അടുത്തേക്ക് വന്ന് പിന്നെയും പെണ്ണിനെ ചൊറിയാൻ നോക്കിയതും പെണ്ണ് ദഹിപ്പിച്ചൊന്ന് നോക്കി അവനെ. എന്താടി, ഇപ്പൊ വായി നാക്കില്ലേ? പിന്നെയും മനഃപൂർവ്വം ചൊറിയാനെന്നപോലെ ആൽബി നിർത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ദൂരെ നിന്ന് 3 പേരും അവൾക്കടുത്തെത്തിയിരുന്നു. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കിയത് ശ്രീ തന്നെയാണ്. ഞാനല്ല മോളെ, ഹരിയാണ് വാങ്ങിയത്. അവളുടെ നന്ദിയോടുള്ള നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ശ്രീധരൻ പറഞ്ഞു. പെണ്ണ് ഞെട്ടി അവനെ നോക്കി. അങ്ങനെ ഒരു കാര്യം അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ഇവിടുത്തെ തൊഴുത്തിലെ കാലുകൾ നിൽക്കുന്ന കണ്ടപ്പോൾ. ഇതിങ്ങനെ വാങ്ങിയത് ഞാനാണ്. പിന്നെ ഇതിങ്ങനെ ഒന്ന് നോക്കി എനിക്കോ അച്ഛനോ പരിചയമില്ലാത്തതുകൊണ്ട് സീതമ്മയാണ് പറഞ്ഞത് ഇവിടുത്തെ തൊഴുത്തിൽ കെട്ടാമെന്ന്. ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി. നീ എന്തായാലും ഇവിടെ ഒരു വകയും പഠിക്കാതെ വെറുതെ നിൽക്കുകയല്ലേ. അപ്പൊ പിന്നെ ഇതുങ്ങളെയെങ്കിലും നോക്കി സമയം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് കരുതി. നല്ലോണം പുച്ഛിച്ചുകൊണ്ടുള്ള അവന്റെ വാക്കുകൾ കേൾക്കെ ഇത്തിരി മുന്നേ അവനോട് തോന്നിയ സ്നേഹം അവൾക്ക് നിമിഷം കൊണ്ടാണ് ദേഷ്യമായി മാറിയത്. ആ പിന്നെ, പശുവിനെ നല്ലോണം നോക്കിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മതി ഇനി നിന്റെ പഠിത്തം. എന്തായാലും നീ പഠിച്ച് കളക്ടറൊന്നും ആകില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇനി മുതൽ പശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പാലും കൊണ്ട് കൊടുത്തിട്ട് പഠിക്കാൻ പോയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി. അവനെ കേൾക്കെ പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്ന അവളുടെ മുഖത്ത് നോക്കി ഹരി പറഞ്ഞു. നീ ഇതിനെയൊന്നും വെറുതെ നോക്കണ്ട. ഈ പശുവിൽ നിന്നും കിട്ടുന്ന ആദായത്തിന്റെ 60% നിനക്ക്, ബാക്കി 40 എനിക്ക്. സമ്മതിച്ചല്ലോ? പറ്റില്ല. അത് കേട്ടത് മണിക്കുട്ടി പൊട്ടിത്തെറിച്ചുപോയി. പറ്റില്ലേ? ഇല്ല, പറ്റില്ല. എന്തായാലും പശുവിനെ നോക്കുന്നതും പാല് കറക്കുന്നതും ഒക്കെ ഞാനല്ലേ. അതുകൊണ്ട് എനിക്ക് 70% വേണം. ദേഷ്യം കൊണ്ട് പെണ്ണിനെ കണ്ണ് കാണുന്നില്ലായിരുന്നു. ഓ, അങ്ങനെയാണോ? ഹരി പെണ്ണിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. ആ, അങ്ങനെയാ. പെട്ടെന്ന് അവൻ മുന്നിൽ വന്ന് നിൽക്കെ പെണ്ണൊന്ന് അറച്ചുപോയി. ഞാൻ തന്നില്ലെങ്കിൽ?
പശുവിനെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും. അവളും അല്പം പോലും കുറച്ചില്ല. എനിക്ക് പശുവിനെ നോക്കാൻ അറിയില്ല എന്ന് കരുതിയല്ലേടി നിന്റെ ഈ ജാട? ഓ, അങ്ങനെ തന്നെയാണല്ലോ. വിട്ടുകൊടുക്കാൻ വയ്യാത്ത പോലെ അവള് പിന്നെയും ചോദിച്ചു. തൽക്കാലം ഞാൻ സമ്മതിക്കുന്നു. എന്തായാലും ഇതുങ്ങളെ വാങ്ങിച്ചു പോയില്ലേ? പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതുങ്ങളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നിനക്ക് 70 കാണില്ല, 60 കാണില്ല, 50 കാണില്ല. അവൻ ഇത്തിരി കാലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അത് അപ്പോഴല്ലേ, അത് ഞാൻ അപ്പം നോക്കിക്കോളാം. അവളും വിട്ടുകൊടുക്കാൻ അല്പം പോലും തയ്യാറായിരുന്നില്ല. ഓ ആവട്ടെ, എന്തായാലും നിനക്ക് ഈ സെമ്മിന്റെ റിസൾട്ട് മൊട്ട വാങ്ങാനുള്ളതല്ലേ? ദേ, ഞാൻ കുറെയായി ക്ഷമിക്കുന്നു പൊന്നിന്റെ അച്ഛ. ഈ സെമ്മിൽ ഞാൻ തോൽക്കുമെന്ന് പൊന്നിന്റെ അച്ഛനെന്താ ഇത്ര ഉറപ്പം? അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒന്നാമത്, 1 മാസത്തിന് മുകളിൽ നീ കോളേജിൽ പോയിട്ടില്ല. നോട്ട്സ് മൊത്തം കോപ്പി എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടും വലിയ അഭിമാനം കാണിച്ചു പോയ നീ ഇനി എന്ന് അത്രയും നോട്ട്സ് എഴുതിയെടുത്തിട്ട് പഠിക്കാനാണ്? അപ്പൊ പിന്നെ തോൽക്കുമെന്ന് ഉറപ്പല്ലേ? ഇപ്പൊ ദേ നിന്റെ കൂട്ടുകാരും വന്നു. ഹരി കളിയാക്കി ചിരിക്കുക കൂടി ചെയ്തും പെണ്ണിനാകെ വട്ടുപിടിച്ചു. അതെ, ഇതിനു മുന്നേയും ഈ പൈക്കളെയും കോഴികളെയും വീടും ഒക്കെ നോക്കിയാണ് കൺമണി പഠിച്ചത്. ഇനിയും അങ്ങനെ തന്നെ പഠിക്കാൻ എനിക്കറിയാം. നോക്കിക്കോ, ഈ സെമ്മിന്റെ റിസൾട്ട് വരുമ്പോൾ പൊന്നിന്റെ അച്ഛൻ ഇതൊക്കെ മാറ്റി പറയാനുള്ള മാർക്ക് ഞാൻ വാങ്ങിക്കും. ഉവ്വ, നടന്നത് തന്നെ. എന്താ നടക്കാതിരിക്കാൻ? അവന്റെ പുച്ഛം നോക്കി അവളും ചീറി. വായിക്ക് വാ ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഠിക്കണമെങ്കിൽ മിനിമം നോട്ട്സ് വേണം. അതിന് നീ ഇനി എന്നാ ചെയ്യും? ഇനിയിപ്പൊ എഴുതിയെടുത്തിട്ടൊക്കെ എപ്പോഴാ? അവൻ ആകാശത്തേക്ക് നോക്കി വെറുതെ പെണ്ണിനെ കളിയാക്കി. നോട്ട്സ് അല്ലേ, ഞാൻ ഇനി അത് എഴുതുന്നില്ല. കോപ്പി എടുക്കുന്നതേ ഉള്ളൂ. അതും ഇപ്പൊ തന്നെ എടുക്കുകയും ചെയ്യും. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുകയും ചെയ്യും. ചുമ്മാ വെറുതെ ഓരോന്ന് തട്ടി വിട്ടോളൂ. ഹരി അവളെ പിന്നെയും കളിയാക്കി. വെറുതെയാണോ കാര്യമായിട്ടാണോ എന്നൊക്കെ ഞാനിപ്പോ കാണിച്ചു തരാം. രാവിലെ നിർബന്ധിച്ച് എന്റെ കയ്യിൽ തന്ന കാശില്ലേ, അത് ഞാൻ എടുക്കുക. അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചു തന്നേക്കാം. ആൽബിച്ചൻ വന്നേ. എങ്ങോട്ട്? രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് കേട്ട് അന്തം വിട്ടു നിന്ന ആൽബി പെട്ടെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞാലേ നിങ്ങൾ വരൂ. പെണ്ണ് ദേഷ്യപ്പെട്ടതും ആൽബി അല്ലെന്ന് തലയാട്ടി. സീതമ്മേ, ഞാൻ ജ്യോതിയുടെ വീട്ടിലോട്ട് പോവാ. അവളുടെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങി ഇതുവരെയുള്ള നോട്ട്സിന്റെ കോപ്പി എടുത്തിട്ട് തിരിച്ചു വരുള്ളൂ. പറയുന്നത് സീതമ്മയോടായിരുന്നെങ്കിലും നോട്ടം മുഴുവൻ ഹരിയുടെ നേർക്കായിരുന്നു. അത് കേട്ടതും സീത ചിരിയോടെ തലകുലുക്കി. ആൽബിച്ചൻ എന്ത് കണ്ടോണ്ട് നിൽക്കുക? വന്നൂടെ? പിന്നെയും ദേഷ്യപ്പെട്ടവൾ അവന്റെ കൈയും വലിച്ചുകൊണ്ട് നടന്നതും ആൽബി തിരിഞ്ഞ് ഹരിയെ നോക്കി. അത് കണ്ടതും അവളുടെ കൂടെ പോന്ന് പറഞ്ഞ് ഹരി വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഹരി മോനെ, എന്തായിരുന്നടാ ഇത്? സീത അവന്റെ തോളിൽ തട്ടി ചോദിച്ചതും കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായ പോലെ ശ്രീധരനും മാഷച്ചനും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സീതമ്മയുടെ ഈ മോൾക്ക് അകത്ത് കിടന്നുറങ്ങുന്ന എന്റെ മോളെക്കാളും ആവശ്യമില്ലാത്ത വാശിയാണ്. അപ്പൊ പിന്നെ കാര്യം കാണണമെങ്കിൽ ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ വേണ്ടി വരുമെന്ന് സീതമ്മയ്ക്ക് അറിഞ്ഞൂടാ. അവളുടെ മനസ്സമാധാനമാണ് ഈ നിൽക്കുന്നതെങ്കിൽ ഇനി സീതമ്മ നോക്കിക്കോ. പെണ്ണിതുങ്ങളെ നോക്കുകയും ചെയ്യും, പഴയ പോലെ തന്നെ പഠിക്കുകയും ചെയ്യും. അത് കേൾക്കെ സീത അവന്റെ നെറുകയിലൂടെ ഒന്ന് തലോടി. വാമനൻ വന്നേക്ക്, പൊന്നിന്റെ അച്ഛനായി പോയി അല്ലേലുണ്ടല്ലോ. നോക്കിക്കോ. വണ്ടിയിൽ കയറി ഇരുന്നിട്ട് അവൾക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. ദേ പെണ്ണെ, വണ്ടിയിലിരുന്ന് പിച്ചും പേയും പറയാതെ മുറുക്കി പിടിച്ചിരിക്കടി അങ്ങോട്ട്. നിങ്ങളെ നേരെ നോക്കി വണ്ടി ഓടിച്ചാൽ മതി. അങ്ങേരുടെ കൂട്ടുകാരനല്ലേ. നോക്കിക്കോ, ഈ പ്രാവശ്യത്തിന്റെ സെമ്മിന്റെ മാർക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനെ കൊണ്ട് കൊടുത്ത് ഈ പറഞ്ഞതൊക്കെ തിരുത്തി പറിച്ചില്ലെങ്കിലുണ്ടല്ലോ, എന്റെ പേര് കൺമണി എന്നല്ല. അത് കേട്ടതും ആൽബി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ചായ നാവിലേക്ക് വെച്ചതും ഹരിയുടെ കണ്ണൊന്ന് വിടർന്നു. കടുപ്പവും പാകവും ഏലിക്കയുടെ മണവും എല്ലാം അതാരാണ് ഉണ്ടാക്കിയത് എന്നവനോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒപ്പം അവൻ അടച്ചു വെച്ചിരുന്ന പാത്രത്തിന്റെ മൂടി ഒന്ന് തുറന്നു. ഇടിയപ്പം. തൊട്ടടുത്ത് മാത്രം തുറന്നപ്പോൾ മുട്ടക്കറി. ചായ കുടിച്ചപ്പോൾ വിടർന്ന മുഖം അതുപോലെ അങ്ങ് മങ്ങി. അടുക്കളയിൽ വന്നു കയറിയ മാഷ് പാത്രം തുറന്നു പിടിച്ചു നിൽക്കുന്നവനെ അവന്റെ മുഖത്ത് മാറി മാറി നോക്കി. ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ തുറന്നു വെച്ച പാത്രം കണ്ടതും അദ്ദേഹം അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. മുഖം മാറ്റണ്ട, ദോ അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. മാഷ് മിക്സിയുടെ അപ്പുറം കൈ ചൂണ്ടിയതും അവൻ ഒരിത്തിരി വേഗം അവിടെ പോയി അടച്ചു വെച്ചിരുന്ന പാത്രം തുറന്നു നോക്കി. കെട്ടുപോയ മുഖം പൂനിലാവ് പോലെ വിടർന്നത് പെട്ടെന്നാണ്. ഇടിയപ്പത്തിന്റെ കൂടെ തേങ്ങാപ്പാലാണ് അവൻ ഇഷ്ടം. അത് മാഷിൽ നിന്ന് അറിഞ്ഞ കാലം മുതൽ അവൾ അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കാറ്. അത് കാണാത്തന്റെ ദേഷ്യവും വിഷവുമാണ് കുറച്ചു മുന്നേ കണ്ടത്. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞതാ, മുട്ടക്കറി ഉണ്ടല്ലോ, ഇനി തേങ്ങ തിരുമ്മി പാല് പിഴിയൊന്നും വേണ്ടാന്ന്. കേൾക്കണ്ടേ?
തേങ്ങാപ്പാലില്ലെങ്കിൽ നീ കഴിക്കില്ല പോലും. അത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ ഇടിയപ്പം വെറും പഞ്ചസാരയും കൂട്ടി കഴിച്ചോണ്ടിരുന്നനാ. എന്താടാ, നീ തേങ്ങാപ്പാലില്ലെങ്കിൽ കഴിക്കില്ലായിരുന്നോ? ഇത്തിരി ചൊടിച്ചും കൊണ്ടായിരുന്നു ചോദ്യം. ഞാൻ ആരോടും തേങ്ങാപ്പാലും ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞില്ലല്ലോ. ആർക്കും ഇല്ലാത്ത പോലെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ചുണ്ടിലെ പുഞ്ചിരിക്കൊരു മാറ്റവും വന്നില്ല. കണ്ണിന്റെ പൊന്നല്ലേ, നല്ല കുഞ്ഞല്ലേ, വേഗം കഴിച്ചേടാ. തേങ്ങാപ്പാലിൽ കുതിർത്ത ഇടിയപ്പം കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടയിൽ കൺമണി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നിച്ചും മത്തിക്കണ്ണു, വയറ് നിറഞ്ഞു പൊട്ടി. ഇട്ടിരുന്ന ഉടുപ്പ് മുഴുവനും പൊക്കി ഉണ്ണിവയർ തടവിക്കൊണ്ട് പെണ്ണ് പറഞ്ഞതും അവളെ നോക്കിക്കൊണ്ടിരുന്ന ശ്രീധരനും സീതയും അറിയാതെ ചിരിച്ചുപോയി. കണ്ണു, എന്നെ കളിയാച്ചുന്നു. കുഞ്ഞി പെണ്ണിന്റെ മുഖം അങ്ങ് മാറി. ദേ, എന്റെ കുഞ്ഞിനെ കളിയാക്കലുണ്ടല്ലോ. ആ, രണ്ടുപേരെ എടുത്ത് ഞാൻ തോട്ടിലെറിയും, പറഞ്ഞില്ലെന്ന് വേണ്ട. മണിക്കുട്ടി തിരിഞ്ഞു നിന്ന് അവരെ പേടിപ്പിച്ചത് പെണ്ണ് കയ്യും കൊട്ടി ചിരിക്കാൻ തുടങ്ങി. ആ ഗ്യാപ്പിൽ എടുത്ത ഇടിയപ്പം മണിക്കുട്ടി വേഗം കഴിപ്പിച്ചു തീർത്തു. ആ നേരത്താണ് ഹരി കുഞ്ഞിനെ തിരക്കി വന്നത്. കഴിച്ചോ പൂവേ? ടേബിളിന് മുകളിലിരിക്കുന്ന മകളുടെ അടുത്തെത്തി ഹരി ചോദിച്ചതും അവൾ വീണ്ടും അച്ഛന്റെ തോളിലേക്ക് ചാടി. കഴിച്ചു ഹരി, കണ്ണു തന്നു. നോക്കി, എന്റെ വയറ് ഇപ്പൊ പൊത്തിപ്പോവും. ആണോ? അച്ഛയുടെ കുഞ്ഞിന്റെ വയറ് പൊട്ടിപ്പോകുന്നോല് ഇവിടെ ആഹാരം തന്നോടാ? എവിടെയാ അഹങ്കാരി? നല്ല തല്ലു കൊടുക്ക അച്ഛൻ. ഹരി പെണ്ണിന്റെ കുമ്പയിൽ മൂക്ക് വെച്ച് ഉരസിക്കൊണ്ട് ഇത്തിരി ദേഷ്യം കാണിച്ചതും മണിക്കുട്ടി കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി വന്നതും ഒത്തിരുന്നു. ദേ അച്ഛാ, അങ്ങാടി. പെണ്ണ് മണിക്കുട്ടിയെ നോക്കി കൈ കാട്ടി. അങ്ങാടിയല്ലടി, അഹങ്കാരി. പറയുന്നതിന്റെ ഒപ്പം തന്നെ ഹരി ഉറക്കെ ചിരിച്ചു. അഹങ്കാരത്തിനുള്ള ഹരിയുടെ പറച്ചിലും അച്ഛന്റെയും മോളുടെയും ചിരി കണ്ടതും മണിക്കുട്ടിക്ക് കാര്യം കേട്ടില്ലെങ്കിലും രണ്ടും കൂടി തന്നെ കളിയാക്കിയായിരുന്നു എന്ന് മനസ്സിലായി. ഇത്തിരി നേരം കിട്ടിയാൽ തുടങ്ങിക്കൊള്ളും അച്ഛനും മോളും കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറാൻ. വാമനൻ. അവള് മുഖം വെട്ടിച്ചു വന്നതും ഹരി അവളെ നോക്കാതെ കുഞ്ഞിനെ കയ്യിലെടുത്തു. നമ്മൾ പോവാണോ ഹരി? പിന്നെ പോകണ്ടേ? കുഞ്ഞിനെ അംഗനവാടിയിൽ പോയി അക്ഷരം പഠിച്ച് വലുതായി വലിയ ഡോക്ടർ ആവണ്ടേ? അല്ലാതെ പശുവിനെ നോക്കി രണ്ട് വീട്ടിലെ അടുക്കളപ്പണിയും ചെയ്ത് സെമ്മിന്റെ അവസാനം നിന്റെ കണ്ണൂനെ പോലെ ആനമുട്ട വാങ്ങാനാണോ ഉദ്ദേശം? ഉച്ചത്തിലുള്ള അവന്റെ സംസാരം കേട്ട് ശ്രീധരനും സീതയും മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തുപോയി. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കയറി ആകെ നാശമാകും. പശുവിനെ വാങ്ങി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. അന്ന് മുതൽ അതിന്റെ കാര്യവും വീട്ടുകാര്യവും പഠിത്തവും ഒക്കെ നല്ല രീതിയിൽ തന്നെ മണിക്കുട്ടി കൊണ്ടുപോകുന്നുണ്ട്. അത് ഹരിക്കും അറിയാം. എന്നാലും അവളെ കാണുമ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൻ അങ്ങോട്ട് ഒക്കെയില്ല. ആദ്യമൊക്കെ എല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ ആയിരുന്നു അവളുടെ അംഗം മുഴുവനും. പക്ഷെ ഇപ്പൊ ദേഷ്യം വന്നിട്ട് അവൻ കേൾക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പെണ്ണ്. മിക്കപ്പോഴും അതിന്റെ ഇടയിലേക്ക് താനും ശ്രീധരേട്ടനും മാഷുമൊക്കെ ആവും വന്നുപെടുക. അതുകൊണ്ടിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നുവിടുമ്പോഴേ അവര് നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവും. ആ മുങ്ങലാണ് ഇപ്പൊ കണ്ടത്. കണ്ണു തോറ്റു പോവില്ല ഹരി, കണ്ണു പച്ചല്ലോ, നാം കണ്ടല്ലോ. കാര്യം ഹരിയെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും മണിക്കുട്ടിയെ കളിയാക്കുന്നത് പെണ്ണങ്ങനെ സമ്മതിച്ചു കൊടുക്കാറില്ല. ചുമ്മാതാ പൂവേ, നിന്റെ കണ്ണു ഇപ്രാവശ്യം ആനമുട്ട വാങ്ങിയാവും വരിക. ഈ വാമനെ കൊണ്ട് തോറ്റല്ലോ, കാണുമ്പോൾ എന്നെ ചൊറിഞ്ഞോളും എന്ന് ഇങ്ങർക്ക് വല്ല നേർച്ചയുണ്ടോ ആവോ? ആദ്യമൊക്കെ ആ മുഖത്തുനിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീഴണേന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഏത് നേരത്താണോ ഭഗവാനെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. സ്വയം തലയ്ക്കടിച്ചുകൊണ്ട് പെണ്ണ് പിറുപിറുക്കുന്ന കണ്ടെങ്കിലും എന്തോ അവളെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവൻ പോലും തിരിച്ചറിയാത്ത ഏതോ ഒരു സന്തോഷം. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത ഭാഗം വേഗത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.